friends, welcome to my channel. I am Shafita. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സലിലെ കൗണ്ട്, കൗണ്ട് ഇഫ്, കൗണ്ട് ഇഫ്സ് എന്നീ ഫംഗ്ഷൻസുകളെ കുറിച്ചാണ്. അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സം ഇഫ്, സം ഇഫ്സ് ഫംഗ്ഷൻസുകളെ കുറിച്ച് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ വീഡിയോസ് എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി കാണാത്തവരുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. വീഡിയോസ് ഉപകാരപ്പെടുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇന്ന് നമ്മൾ പറയുന്നത് കൗണ്ട്, കൗണ്ട് ഇഫ്, കൗണ്ട് ഇഫ്സ് എന്നീ ഫംഗ്ഷൻസുകളെ കുറിച്ചാണ്. അപ്പൊ നമുക്ക് ഇവിടെ സെയിൽസ് റിപ്പോർട്ട് ഒരു ടേബിൾ തന്നിട്ടുണ്ട്. അപ്പൊ കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര എണ്ണ ഉണ്ട് എന്ന് നമുക്ക് എക്സലിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് കൗണ്ട്. ഇപ്പൊ സെയിൽസ് നമുക്ക് എത്ര എമൗണ്ട് ഉണ്ട് അല്ലെങ്കിൽ എത്ര എണ്ണ ഉണ്ട് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ അവിടെ കൊടുക്കേണ്ടത് കൗണ്ട് എന്നുള്ള ഫംഗ്ഷൻ ആണ്. അപ്പൊ എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കിക്കോളും. ഞാനിവിടെ ഓട്ടോ സം എടുത്തിട്ടാണ് കേട്ടോ കൗണ്ട് എടുക്കുന്നത്. അപ്പൊ ഇതിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കൗണ്ട് നമ്പേഴ്സ് എന്നുള്ളത് കാണാം. അത് തന്നെയാണ് കൗണ്ട്. ഇനി അങ്ങനെയല്ല എങ്കിൽ നമ്മൾ ജസ്റ്റ് ഈക്വൽ കൊടുത്ത് കൗണ്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് ഫംഗ്ഷൻ ഇവിടെ കിട്ടും. അപ്പൊ ഞാൻ ഇവിടെ കൗണ്ട് എടുത്തു കഴിഞ്ഞു. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ നമ്മുടെ ആ ഒരു റേഞ്ച് ഇവിടെ സെലക്ട് ആയിട്ടുണ്ട്. ദെൻ എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് അവിടെ വന്നിട്ടുണ്ടായിരിക്കും. ഇതാണ് കൗണ്ട് ഫംഗ്ഷൻ. ഇനി നമുക്ക് ബ്രാഞ്ചോ അല്ലെങ്കിൽ നെയിം ഇത് എത്ര എണ്ണം ഉണ്ടെന്ന് കൗണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ കൗണ്ട് ഫംഗ്ഷൻ വർക്ക് ആവില്ല. അതായത് ഇവിടെ ടെക്സ്റ്റുകളാണ് വന്നിട്ടുള്ളത്. അപ്പൊ നമ്പേഴ്സോ അല്ലെങ്കിൽ വാല്യൂസ്, എമൗണ്ടുകളാണ് നമുക്ക് കൗണ്ട് ചെയ്യാനുള്ളത് എങ്കിലാണ് എക്സലിൽ കൗണ്ട് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ടെക്സ്റ്റുകൾ ലെറ്റേഴ്സ് ആയിട്ടാണ് വരുന്നത് എങ്കിൽ, ടെക്സ്റ്റുകൾ ആണെങ്കിൽ നമ്മൾ അവിടെ കൗണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫംഗ്ഷൻ കൊടുക്കേണ്ടത് കൗണ്ട് എന്നുള്ള ഫംഗ്ഷൻ അല്ല, പകരം കൗണ്ട് എ എന്നുള്ള ഫംഗ്ഷൻ ആണ്. അപ്പൊ ആ ഒരു വ്യത്യാസം കൂടിയുണ്ട്. അപ്പൊ നമുക്ക് ഈ നെയിം എത്ര ഉണ്ടെന്ന് ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. അപ്പൊ ഞാൻ ഇവിടെയാണ് കൗണ്ട് ചെയ്യുന്നത്. അത് നമുക്ക് ഓട്ടോ സമ്മിൽ വന്നു കഴിഞ്ഞാൽ കിട്ടില്ല. അപ്പൊ ഞാൻ ഇവിടെ ജസ്റ്റ് ഈക്വൽ കൊടുത്തിട്ടാണ് കൗണ്ട് എ. അപ്പൊ കൗണ്ടിന് തൊട്ട് താഴത്തിന് ഉണ്ടായിരിക്കും കൗണ്ട് എ. അതിലൊന്ന് ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മുടെ റേഞ്ചിനെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ദെൻ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് ഇവിടെ വന്നു കേട്ടോ. ഇത് രണ്ടും സെയിം എണ്ണം തന്നെയാണ് വരിക. കാരണം രണ്ടും അത്രയും സെല്ലുകളാണ് രണ്ട് കോളത്തിലും ഉണ്ടായിരിക്കുന്നത്. അപ്പൊ രണ്ടും ഒരേ എണ്ണാണ്. പക്ഷേ ഫംഗ്ഷൻ വ്യത്യാസമുണ്ട്. എമൗണ്ട് ആണെങ്കിൽ കൗണ്ടും, അതുപോലെ തന്നെ ടെക്സ്റ്റ് ആണെങ്കിൽ കൗണ്ട് എ എന്നുള്ള ഫംഗ്ഷൻ ആണ് നമ്മൾ അവിടെ അപ്ലൈ ചെയ്യേണ്ടത്. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് കൗണ്ട് ഇഫ് ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു ഓൾറെഡി കണ്ടീഷൻസിന്റെ അടിസ്ഥാനത്തിലാണെങ്കിലാണ് അവിടെ ഇഫ് വരിക എന്നുള്ളത്. അപ്പൊ എന്തെങ്കിലും ഒരു കണ്ടീഷന്റെ അടിസ്ഥാനത്തിൽ കൗണ്ട് ചെയ്യാൻ വേണ്ടി എക്സലിൽ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് കൗണ്ട് ഇഫ്. അത് വൺ കണ്ടീഷൻ ആണെങ്കിൽ കൗണ്ട് ഇഫും, മൾട്ടിപ്പിൾ കണ്ടീഷൻ ആണെങ്കിൽ കൗണ്ട് ഇഫ്സും ആണ് നമ്മൾ അവിടെ കൊടുക്കേണ്ടത്. അപ്പൊ വൺ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ എന്റെ ചോദ്യം എന്ന് പറയുന്നത് മനോജിന്റെ എത്ര സെയിൽ ഉണ്ടെന്നൊന്ന് നമുക്ക് കൗണ്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ വൺ കണ്ടീഷൻ ആണ്. അപ്പൊ നമ്മൾ കൊടുക്കേണ്ട ഫംഗ്ഷൻ ആണ് കൗണ്ട് ഇഫ്. അപ്പൊ എങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കിക്കോളൂ. ഈക്വൽ ടു കൗണ്ട് ഇഫ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന് നമുക്ക് ഫസ്റ്റ് കൊടുക്കാനുള്ളത് റേഞ്ച് ആണ്. റേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ടീഷൻ ഈ ടേബിളിൽ ഏത് കോളത്തിലാണോ ഏത് റേഞ്ചിലാണോ ഉള്ളത് അതാണ് റേഞ്ച്. അപ്പൊ നമ്മുടെ കണ്ടീഷൻ എന്ന് പറയുന്നത് മനോജിന്റെ എത്ര സെയിൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ മനോജ് ആണ് കണ്ടീഷൻ. മനോജ് നിൽക്കുന്നത് നെയിമിലാണ്. ഈ നെയിം മൊത്തമാണ് നമ്മുടെ റേഞ്ച് എന്ന് പറയുന്നത്. ദെൻ ഒരു കോമ കൊടുക്കുക. അടുത്ത നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് ക്രൈറ്റീരിയ. ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ടീഷൻ എന്താണോ അതാണ് നമ്മുടെ ക്രൈറ്റീരിയ. അപ്പൊ മനോജ് ആണ് നമ്മുടെ കണ്ടീഷൻ, മനോജ് ആണ് നമ്മുടെ ക്രൈറ്റീരിയ. ദെൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനോജിന്റെ എത്ര സെയിൽ ഉണ്ട് എന്നുള്ളത് ഇവിടെ വന്നിട്ടുണ്ട്. മനോജ് 1, 2, 3. അപ്പൊ മനോജിന്റെ എത്ര സെയിൽ ഉണ്ട് എന്നുള്ളത് ഇവിടെ വന്നു. ദെൻ അടുത്തത് കൗണ്ട് ഇഫ്സ് ആണ്. അപ്പൊ വൺ കണ്ടീഷൻ ആണെങ്കിൽ കൗണ്ട് ഇഫ്, മൾട്ടിപ്പിൾ കണ്ടീഷൻസ് വരുമ്പോഴാണ് നമ്മൾ കൗണ്ട് ഇഫ്സ് എന്ന ഫംഗ്ഷൻ അപ്ലൈ ചെയ്യേണ്ടത്. മൾട്ടിപ്പിൾ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ മനോജിന്റെ തൃശ്ശൂരുള്ള എത്ര സെയിൽ ഉണ്ടെന്ന് നമുക്കൊന്ന് കൗണ്ട് ചെയ്യണം, എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത്. മനോജ് തന്നെ തൃശ്ശൂരും അതുപോലെ തന്നെ എടപ്പാളും സെയിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ മനോജിന്റെ തൃശ്ശൂർ എത്ര സെയിൽ മനോജ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്കൊന്ന് കൗണ്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ രണ്ട് കണ്ടീഷൻ വന്നു. അപ്പൊ ഒന്നിൽ കൂടുതൽ കണ്ടീഷൻസ് വരുന്നുണ്ടെങ്കിലാണ് നമ്മൾ അവിടെ കൗണ്ട് ഇഫ്സ് കൊടുക്കേണ്ടത്. അപ്പൊ മനോജിന്റെ തൃശ്ശൂരുള്ള എത്ര സെയിൽ ഉണ്ട് എന്നുള്ളത് നമുക്കൊന്ന് കൗണ്ട് ചെയ്യണം. എങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കിക്കോളൂ. ദെൻ ഈക്വൽ കൗണ്ട് ഇഫ്സ് നമ്മളിവിടെ കൊടുത്തു.
ഇതിൽ ഫസ്റ്റ് നമ്മളോട് ചോദിക്കുന്നത് ക്രൈറ്റീരിയ റേഞ്ച് 1 ആണ്. അതായത് ഒന്നാമത്തെ കണ്ടീഷൻ ഏത് റേഞ്ചിലാണോ നിൽക്കുന്നത് അതാണ് നമ്മുടെ ക്രൈറ്റീരിയ റേഞ്ച് 1. ഒന്നാമത്തെ കണ്ടീഷൻ മനോജ് ആണ്, അത് നെയിമിലാണ്. നെയിം മൊത്തം സെലക്ട് ചെയ്യുക, അതാണ് നമ്മുടെ റേഞ്ച്. ദെൻ കോമ കൊടുക്കുക. നെക്സ്റ്റ് നമ്മളോട് ചോദിക്കുന്നത് ക്രൈറ്റീരിയ 1, ഒന്നാമത്തെ കണ്ടീഷൻ എന്താണോ അതാണ് ക്രൈറ്റീരിയ 1. ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് മനോജ് ആണ്, മനോജിനെ നമ്മൾ അവിടെ കൊടുത്തു. ദെൻ വീണ്ടും കോമ കൊടുത്തു. ക്രൈറ്റീരിയ റേഞ്ച് 2, രണ്ടാമത്തെ കണ്ടീഷൻ ഏത് റേഞ്ചിലാണോ അതാണ് ക്രൈറ്റീരിയ റേഞ്ച് 2. ഇവിടെ രണ്ടാമത്തെ കണ്ടീഷൻ തൃശ്ശൂർ ഉള്ളതാണ് നമുക്ക് കിട്ടേണ്ടത്. തൃശ്ശൂർ നിൽക്കുന്നത് ബ്രാഞ്ചിലാണ്, ഈ ബ്രാഞ്ച് ആണ് നമ്മുടെ ക്രൈറ്റീരിയ റേഞ്ച് 2. ദെൻ കോമ കൊടുക്കുക. ക്രൈറ്റീരിയ 2, രണ്ടാമത്തെ കണ്ടീഷൻ എന്താണോ അതാണ് ക്രൈറ്റീരിയ 2. തൃശ്ശൂർ ആണ് നമ്മുടെ കണ്ടീഷൻ, ക്രൈറ്റീരിയ 2 എന്ന് കൊടുത്തു. ദെൻ നമുക്ക് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ ചെയ്യുക. ഇനി ഒരുപാട് കണ്ടീഷൻസ് നമുക്ക് ഈ ഫംഗ്ഷന് കൊടുക്കാൻ പറ്റും. നമ്മളിപ്പോ ഇവിടെ 2 കണ്ടീഷൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ അത് കൊടുത്തു കഴിഞ്ഞാൽ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് എൻ്റർ കൊടുക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് ഇവിടെ ആൻസർ കിട്ടും. 2 എണ്ണാണ് മനോജ് തൃശ്ശൂർ 1, മനോജ് തൃശ്ശൂർ 2. അപ്പൊ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ കൗണ്ട് ഇഫ്സ് ഫംഗ്ഷൻ കേൾക്കുമ്പോൾ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണെന്ന് തോന്നിക്കഴിഞ്ഞാലും ചെയ്യുന്ന രീതി മനസ്സിലാക്കി കഴിഞ്ഞാൽ സിമ്പിൾ ആണ്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിച്ചോളൂ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ എക്സലിലെ മറ്റൊരു ടോപ്പിക്കുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.